നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വേർബൽ കഥകളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കണം. അക്ബർ പാദുഷായ്ക്ക് ഒരു ദിവസം പോലും വേർബലിനെ കാണാതെ പറ്റില്ല. വേർബൽ എന്നും കാലത്തെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ഹാജരാവുകയും ചെയ്യും. പതിവ് പോലെ സുഖമായ ഭക്ഷണമൊക്കെ കഴിച്ച് ദർബാറുണ്ടെങ്കിൽ ദർബാറിൽ പോയി ഇരുന്ന്, ഇല്ലെങ്കിൽ പാദുഷായുടെ അടുത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും. എന്തെങ്കിലും തമാശയൊക്കെ പറയും. അദ്ദേഹം പറയണതൊക്കെ കേൾക്കും. ശരിയല്ലേന്ന് ചോദിക്കും. ശരിയാണ്, അപ്രീതിക്ക് പാത്രമാകാതെ കണ്ട് അങ്ങനെ കണ്ടും കേട്ടും ജീവിക്കാം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അരമനയിൽ ബീർബൽ രാവിലെ എത്തിയിട്ടില്ല. അദ്ദേഹത്തിനുള്ള താമസ സൗകര്യത്തിൽ അന്ന് അദ്ദേഹം ഒരു ക്ഷേത്ര ദർശനം നടത്തി. അപ്പോൾ രാവിലെ തന്നെ ക്ഷേത്രത്തിലൊക്കെ പോയി തിരിച്ച് തൻ്റെ ഭവനത്തിൽ വന്ന് തനിക്ക് താമസ സൗകര്യമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അവിടെ പോയിട്ട് അദ്ദേഹം കൊട്ടാരത്തിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് സമയം കഴിഞ്ഞു. അപ്പോൾ രാവിലത്തെ ആഹാരം കഴിഞ്ഞിട്ട് അക്ബർ പാദുഷ അങ്ങനെ അരമനയിലെ ഒരു സ്ഥലത്ത് വിശ്രമിക്കുകയായിരുന്നു. ഉദ്യാനത്തിലേക്ക് നോക്കി മനോഹരമായ അപ്പം തോന്നി അദ്ദേഹത്തിന് ഒന്ന് മുറുക്കണമെന്ന്. മുറുക്കുക എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാമോ? അമ്മൂമ്മമാരൊക്കെ വീട്ടിലുള്ളവർക്ക് ഈ മുറുക്കൽ കാണാം. അവർക്ക് അതിനൊരു പ്രത്യേക പാത്രം തന്നെയുണ്ട്. മുറുക്കാൻ വേണ്ടതായ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്ന ആ പാത്രത്തിൻ്റെ പേര് തന്നെ ചെല്ലം എന്നാണ്. ചെല്ലം. പണ്ടൊക്കെ മിക്കവാറും ഭവനങ്ങളിൽ ഈ ചെല്ലം ഉണ്ടാകും. കാരണം മുറുക്കുള്ളവരുണ്ട്. ഈ ചെല്ലത്തിൽ ഇങ്ങനെ ഒരു ചെറിയ കള്ളി ഉണ്ടാകും. ആ കള്ളിയിൽ ചെറിയ ചെറിയ സാധനങ്ങൾ ഇതിന് വേണ്ട സാധനങ്ങൾ മുറുക്കാൻ 4 കൂട്ടം സാധനങ്ങളാണ്. ഒന്ന് വെറ്റില, നല്ല കിളിവാളൻ വെറ്റില, തളിർ വെറ്റില എന്നൊക്കെ ഇങ്ങനെ വെറ്റില പുകഴ്ത്തി പറയും. വെറ്റില വേണം. പിന്നെ ആ വെറ്റിലയിൽ ചുണ്ണാമ്പ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? കക്ക. കടലിൽ നിന്ന് വാരിയെടുക്കുന്ന കക്ക നീറ്റി കുമ്മായം മുഴുവൻ പൊടിയാതെ കണ്ട് വെള്ളത്തിലിട്ട് ഇങ്ങനെ കലക്കി വച്ച് കരട് ഊറ്റിക്കളഞ്ഞ് പിന്നെ അങ്ങനെയൊക്കെ കളഞ്ഞ് എടുക്കുന്ന ആ കക്ക അലുത്തുപോയ വെറുതെ വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. നല്ലോണം നല്ല തരിയായിട്ട് ഒലത്തി വരും. അതിലെ അഴുക്ക് കരടുകളൊക്കെ ഇങ്ങനെ കലക്കും, വെള്ളം ഊറ്റിക്കളയും. തെളിഞ്ഞ പിന്നെയും കലക്കും, ഊറ്റിക്കളയും. അങ്ങനെയാണ് ഈ കക്ക നീറ്റി ചുണ്ണാമ്പ് ഉണ്ടാക്കുക. എൻ്റെ ഭവനത്തിലൊക്കെ മുത്തശ്ശിമാർ മുറുക്കാറുണ്ട്. അത് ചെറിയ ഒരു പാത്രത്തിലാക്കി അങ്ങനെ വയ്ക്കും. അതിങ്ങനെ ഇരിക്കും കാലാകാലോളം. ഒരു കലത്തിലാണ് ഈ ചുണ്ണാമ്പ ഉണ്ടാക്കി വയ്ക്കുക. അതിൽ നിന്നൊരു ഒരു ചെറിയ തവി ഇട്ടിട്ട് അതിൽ നിന്ന് എടുത്തൊരു ചെറിയ പാത്രത്തിലാക്കി അടച്ച് ചെല്ലത്തിൽ വയ്ക്കും. മുറുക്കേണ്ട ആവശ്യത്തിലേക്ക് അപ്പപ്പോഴത്തേക്ക് എടുക്കാൻ. വാസന ചുണ്ണാമ്പൊക്കെ ആവാൻ അതിൽ വേറെ എന്തോ സുഗന്ധദ്രവ്യങ്ങളൊക്കെ ചേർക്കണതാണ്. അതിപ്പോൾ എന്താണെന്ന് എനിക്ക് അത്ര നിശ്ചയില്ല കേട്ടോ. പനിനീരുണ്ട് തീർച്ച. പിന്നെ തോന്നുന്നത് അല്പം ഇന്ദുപ്പാണെന്ന് തോന്നുന്നു. അതെല്ലാം കൂടി ഇളക്കി ചേർത്ത് ഇങ്ങനെ വെണ്ണ പോലെ ഇരിക്കും. അതാണ് അതിൻ്റെ നിറം. കണ്ടാൽ നമുക്ക് തോന്നും വെണ്ണയാണെന്ന്. എണ്ണയില്ല, കക്കനീറ്റ് ചുണ്ണാമ്പ. അത് തന്നെ കഴിച്ചാൽ വായ പൊള്ളും, ഉറപ്പ്. ചുമരൊക്കെ വെള്ളം അടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചുണ്ണാമ്പ് പണ്ട് നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാക്കാറുണ്ട്, കക്കനീറ്റ്. പിന്നീട് അതിലേക്ക് വേണ്ടത് അടയ്ക്ക. ഇപ്പം ചില സ്ഥലത്തൊക്കെ പറയും പാക്ക് എന്ന്. ആ പാക്ക് പഴുത്ത പാക്ക്, പങ്ങപ്പാക്കുണ്ട്, പഴുത്ത പാക്കുണ്ട്. പങ്ങപ്പാക്ക് എന്ന് പറഞ്ഞാൽ അടയ്ക്ക മൂക്കണതിന് മുൻപുള്ള ചെറിയ അടയ്ക്ക, കിളുന്തടയ്ക്ക. അതിങ്ങനെയൊന്നും അങ്ങോട്ട് മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് കശുരണ്ടി പരിപ്പൊക്കെ തോണ്ടിയെടുക്കണ പോലെ അങ്ങോട്ട് തോണ്ടിയെടുക്കുക. ചിലരങ്ങനെ പങ്ങടയ്ക്ക കൂട്ടി മുറുക്കുന്നവരുണ്ട്. വേറെ ചിലരെന്തുണ്ടാകും, നല്ല മൂപ്പായി പിന്നെ ഈ അടയ്ക്ക പഴുക്കും. നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് നോക്കൂ, ഈ അടയ്ക്ക പഴുത്ത് ഇങ്ങനെ കൊലയായിട്ട് നിൽക്കണം. കാണാൻ നല്ല എന്തൊരു ഭംഗിയാണ്. അങ്ങനത്തെ പഴുത്ത അടയ്ക്ക തേങ്ങയുടെ ചകിരി പൊളിച്ച് കളയണ പോലെ ചകിരി പൊളിച്ച് കളഞ്ഞതിന് ശേഷം ഉള്ളിലുള്ളത് ചുരണ്ടി ആ ചിരട്ടയ്ക്ക് പകരമായിട്ടുള്ള ഒരു കട്ടി കൂടിയതും അതുമൊക്കെ പൊളിച്ച് കളഞ്ഞേച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് തേങ്ങാക്കൊത്ത് പോലെ എന്ന് പറഞ്ഞ പോലെ അടയ്ക്ക അങ്ങോട്ട് എടുത്തിട്ട് അതിനെ വെട്ടിമുറിച്ച്, ഇത്തിരി കടുപ്പുണ്ടാവുണ്ട് അത് വെട്ടിമുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് സൂക്ഷിക്കും. അപ്പോൾ വെറ്റിലയായി, ചുണ്ണാമ്പായി, അടയ്ക്കയായി. ഇത് 3 കൂടിയിട്ടാണ് സാധാരണ ഒരു മുറുക്കൽ വരിക. പിന്നെ അടയ്ക്കയും ചുണ്ണാമ്പും ആദ്യം വെറ്റിലയിൽ ചുണ്ണാമ്പ് തേക്കുക, എന്നിട്ട് ഒരു കഷ്ണം അടയ്ക്കയും കൂടി ചേർത്ത് അങ്ങോട്ട് പൊതിഞ്ഞ് അതങ്ങ് വായിലേക്ക് വയ്ക്കുക.
അതിങ്ങനെ ചേർത്ത് കടിച്ച് കടിച്ച് കുറച്ച് കഴിയുമ്പോണ്ടല്ലോ ഒരു രാസപ്രവർത്തനം അവിടെ നടക്കണേ. ചുണ്ണാമ്പും വെറ്റില നീരും അടക്കയില രസവും എല്ലാം കൂടി നല്ലൊരു ചുമപ്പ് നിറാവും. ചില ആൾക്കാരുടെ ചുണ്ടൊക്കെ ഉണ്ടല്ലോ മുറുക്കി കഴിഞ്ഞാൽ അങ്ങനെ ചൊക്കാന്ന് ഇപ്പോഴത്തെ നല്ല കടുത്ത ലിപ്സ്റ്റിക്ക് ഇട്ട പോലെ ഇരിക്കും ചുണ്ടുകളൊക്കെ. ചില ആൾക്കാർ ഒരു ലഹരിക്ക് വേണ്ടി പുകയില മുറുക്കും. അത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഭവനത്തിൽ ഈ പുകയിലയൊക്കെ ഉണ്ട്. ആ പണം പുകയില, പിന്നെന്തോ ഒരു പേരൊക്കെ ഉണ്ട്. നീളത്തിൽ ഒരു തരം ഇലയാണത്. ആ ഇല ഇങ്ങനെ ഉണക്കി സൂക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു നുള്ളെടുത്ത് ചില വല്യമ്മമാർ കഴിക്കണ ആളുണ്ട്. സാധാരണ ആൾക്കാർക്ക് ചെല്ലത്തിൽ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. ചുണ്ണാമ്പ് അടയ്ക്ക മുറിച്ചിട്ടത് വെറ്റിലങ്ങനെ അടക്കട്ടക്കായിട്ട്. അപ്പോൾ അക്ബർ പാദുഷായ്ക്ക് ചെല്ലം കൊണ്ടു കൊടുത്തു. അക്ബർ പാദുഷായുടെ നല്ല വെറ്റില തളിർ വെറ്റില എടുത്തു. ഈ ഭൃത്യൻ ചുണ്ണാമ്പ് എടുത്ത് കൈകൊണ്ടാണ് ഇങ്ങനെ ചുണ്ണാമ്പ് തേക്കുക ഇതിൽ വെറ്റിലയിൽ. ആ ചുണ്ണാമ്പിൻ്റെ അകത്ത് ചുണ്ണാമ്പ് തേച്ച വെറ്റിലയിൽ ഒരു കഷ്ണം അടയ്ക്ക കൂടെ ചേർത്ത് പൊതിഞ്ഞ് മടക്കി കൊടുത്തു പാദുഷയ്ക്ക്. പാദുഷ അത് അങ്ങോട്ട് സാധാരണ ഊണ് കഴിഞ്ഞാലൊക്കെ പണ്ട് പല ആൾക്കാരും മുറുക്കാറ് പതിവുണ്ട്. അത്താഴം കഴിഞ്ഞൊന്ന് മുറുക്കുക, ഉച്ചയൂണ് കഴിഞ്ഞാലൊന്ന് മുറുക്കുക, കാലത്തെ ഭക്ഷണം കഴിഞ്ഞ് കുറച്ച് നേരം വിശ്രമിച്ച് കഴിഞ്ഞാലൊന്ന് മുറുക്കുക. ആ മുറുക്കി ഇത് ചവച്ച് ഈ തുപ്പിക്കളയും ചില ആൾക്കാർ. അതിൻ്റെ ഒരു ലഹരി അങ്ങോട്ട് പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ തുപ്പിക്കളയും. ചുണ്ടൊക്കെ ചുമന്നിരിക്കും. അഴ വല്ലതൊക്കെ ചുമന്ന് തന്നെയായിരിക്കും. അത് അങ്ങനെ ഒരു കാര്യം. ഈ പാദുഷ ഭൃത്യൻ തേച്ചു കൊടുത്ത വെറ്റിലയും ചുരുട്ടി കൊടുത്ത ആ താമ്പൂലം എന്നും പറയും. താമ്പൂലം എന്നുള്ളത് രാജകീയമായ പേരാണ്. താമ്പൂലം അങ്ങ് കൊടുത്തു. അത് മേടിച്ച് അങ്ങോട്ട് തിന്നുകയും ചെയ്തു. അങ്ങനെയാണ് മുറുക്ക്. എന്നിട്ട് തുപ്പിക്കളയാൻ ചിലരൊക്കെ ഇറക്കുകയും ചെയ്യും. എല്ലാം കൂടെ അവർ വായിക്കകത്തിട്ട് ചവച്ചതല്ലേ. ഈ ഭൃത്യൻ വെറ്റിലയിൽ ചുണ്ണാമ്പ് തേച്ചപ്പോൾ അബദ്ധം പറ്റി. ഭൃത്യൻ ഇങ്ങനെ തോണ്ടി അങ്ങടെ എടുത്തത് ഇച്ചിരി കൂടി പോകുമ്പോൾ എന്താ സംഭവിക്കുക? വായ പൊള്ളും. ചുണ്ണാമ്പ് വായിക്കകത്ത് കൂടി ചെന്നാൽ വായ പൊള്ളും. പാദുഷായ്ക്ക് ഇത് ചവച്ച് ഇത്തിരി കഴിഞ്ഞപ്പം ആകെ ഒരു മരവിപ്പ് പോലെയോ തരിപ്പ് പോലെയോ ഇത്തിരി കഴിഞ്ഞിട്ട് അത് വേഗം തുപ്പിക്കളഞ്ഞു. ഉളുക്കുഴിഞ്ഞ് വായു വൃത്തിയാക്കി. പക്ഷേ വായിക്ക് ഒരു ഉപ്പ മുളക് രുചി ചൂടോ ഒന്നും അറിയാത്ത വായിക്കകത്തൊരു പൊള്ളൽ, ഒരു ചെറിയ നീറ്റൽ. വിഷം വന്നില്ലേ പാദുഷയ്ക്ക്? പാദുഷ എന്ത് ചെയ്തു? ഭൃത്യനോട് പറഞ്ഞു, ഇപ്പൊന്നൊരു വലിയൊരു ചെപ്പ് ചുണ്ണാമ്പ് തന്നെ തീറ്റിച്ചിട്ടേ ഒരു കാര്യമുള്ളൂ, ഇവനൊന്ന് അറിയട്ടെ എന്ന് മനസ്സിൽ കുറിച്ചിട്ടൊരു പറഞ്ഞു. വേഗം ഭൃത്യനെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, പോയി ഒരു പാത്രം ചുണ്ണാമ്പ് മേടിച്ചിട്ട് വരാൻ. ഒരളവ് എത്ര സെയർ എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. സെയർ 1 കിലോയോ 100 ഗ്രാമോ എത്ര ഒരു പാത്രം ചുണ്ണാമ്പ് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഭൃത്യന് മനസ്സിലായി തന്നെ കൊണ്ട് ഇത് തീറ്റിക്കാനുള്ള പരിപാടിയാണ് പാദുഷയ്ക്ക്, ചക്രവർത്തിക്ക്. തൻ്റെ വായ മുഴുവൻ പൊള്ളി ഇതാവുമല്ലോ. ഒരു ഇതുമില്ലാണ്ട് ഉപ്പ് ചുണ്ണാമ്പ് തന്നെ തിന്നിട്ടുണ്ടെങ്കിൽ വായ പൊള്ളുന്നുള്ള കാര്യം ഉറപ്പാണ്. സങ്കടമായി തുടങ്ങി, വിഷമായി തുടങ്ങി. താൻ വെറ്റില 100 തേച്ചത് 100 എന്ന് പറയും കേട്ടോ ഈ ചുണ്ണാമ്പിന്. 100 തേക്കുക എന്നാണ് പറയുക. ഈ 100 തേച്ചത് ചുണ്ണാമ്പ് തേച്ചത് ഇച്ചിരി കൂടിപ്പോയി എന്നാണ് തോന്നണേ, അതുകൊണ്ടാവുന്നു. അങ്ങനെ ഇയാൾ തനിക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ ഇന്നതാകുമെന്ന് കരുതി കരയാൻ തുടങ്ങി. കരഞ്ഞ് പതുക്കനെ കരഞ്ഞിട്ട് ചക്രവർത്തിയല്ലേ ചുണ്ണാമ്പ് മേടിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ കഴുത്തും കൂടെ പോവും, തലയും കൂടെ പോണ വഴിക്കാണ് ഇത്തിരി അന്ന് വരാൻ നേരം വൈകിട്ട് വീർബല്ലേ എതിരെ വരുന്നത്. വീർബല്ലേ ഭൃത്യനെ കണ്ടപ്പോൾ എന്തിനാട്ടോ തായി വഴി എന്നുള്ള കരഞ്ഞുകൊണ്ട് പോണേ ചോദിച്ചു. എൻ്റെ തിരുമനസേ, എൻ്റെ തമ്പുരാനെ, ഒരബദ്ധം പറ്റി എന്നെ പോലെയാണ് കാര്യം. എന്നിട്ടിപ്പോൾ താൻ എവിടേക്കാണ് പോണേ? ഞാൻ കടയിലേക്ക് പോവാം. പാദുഷ എന്നോട് ഒരു ചെപ്പ് ചുണ്ണാമ്പ് മേടിച്ചിട്ട് വരാൻ പറഞ്ഞേക്കാന്ന് പറഞ്ഞു. അതിന് താൻ കരയണേ തരാം, ചുണ്ണാമ്പ് മേടിക്കാൻ പറഞ്ഞത്. അതെന്നെ കൊണ്ട് തന്നെ തീറ്റിക്കും, ചുണ്ണാമ്പ് തന്നെ എന്നെ കൊണ്ട് തീറ്റിക്കാനെന്നാ തോന്നണേ. എൻ്റെ വായ മുഴുവൻ പൊള്ളി നാശായി പോവില്ല എന്നും പറഞ്ഞ്, തമ്പുരാനെ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ ഈ ആപത്തിൽ നിന്ന് എന്ന് പറഞ്ഞു. അപ്പോൾ പാവം തോന്നി, പാവം ഭൃത്യൻ.
അപ്പോൾ തേച്ചപ്പോൾ 100 തേച്ചപ്പോൾ ഇത്തിരി കൂടിപ്പോയി. അതിന് ഇനിയിപ്പോൾ പറഞ്ഞ പോലെ പാദുഷ ഇത് മുഴുവൻ തീറ്റിക്കാനുള്ള പരിപാടിയോ അങ്ങനെയാണ് ഇയാളുടെ വായി ചികിത്സിക്കേണ്ടി വരും. അത്രയ്ക്ക് വളരായിരുന്നു. ഉടനെ ബീർബൽ അയച്ചു, അതിനൊക്കെ ഒരു വഴി ഉണ്ടാക്കാം. തന്നൊരു കാര്യം ചെയ്യാം, കടയിൽ ചെന്ന് ചുണ്ണാമ്പ് വാങ്ങിച്ചു. അപ്പോൾ അവർ ഒന്നിച്ച് വലിയ പാത്രത്തിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത് നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ ഒരളവ് നിശ്ചിത അളവ് പാത്രത്തിൽ തരിക ചെയ്യുക. അപ്പോൾ ചുണ്ണാമ്പ് വാങ്ങുമ്പോൾ ഒരു കാര്യം ചെയ്യണം, അതിൻ്റെ അടിയിൽ 100 സേർ ഒരളവ്, ഒരു ചെറിയ 100 മില്ലി എന്നൊക്കെയുള്ള പോലെ 100 മില്ലി ചുണ്ണാമ്പ് മേടിക്കണമല്ലേ, ഒരു 90 മില്ലിയും വെണ്ണ വാങ്ങുക. എന്നിട്ട് ആ പാത്രത്തിൽ വെണ്ണയിടുക, മേൽഭാഗം മാത്രം ചുണ്ണാമ്പ് വയ്ക്കുക. ആ കടക്കാരനോട് അങ്ങനെ പ്രത്യേകം പറഞ്ഞ് എടുപ്പിച്ച് നീ മേടിച്ചുകൊണ്ട് പോവാ എന്ന് പറഞ്ഞു. അപ്പം തോന്നി എന്തോ സൂത്രം കണ്ടണ്ട് അദ്ദേഹം എന്ന് കരുതി കടയിൽ ചെന്ന് എനിക്ക് 100 മില്ലി ചുണ്ണാമ്പ് വേണം, അതിൻ്റെ ആദ്യം ഇടുന്ന 90 മില്ലിയും വെണ്ണ വേണം, അതിൻ്റെ മീതെ വേണം 10 മില്ലി ചുണ്ണാമ്പിടാൻ എന്ന് പറഞ്ഞു. അതിൻ്റെ പൈസ കൊടുത്തു, മേടിച്ചു, കൊണ്ടുവന്നു. രാജാവ് പാദുഷയുടെ മുമ്പിൽ വെച്ചു. പാദുഷ അതുകൊണ്ട് എടുത്തു. ശരിയല്ലേ നോക്കുമ്പോൾ എന്താ ചുണ്ണാമ്പ് തെളിഞ്ഞ് നിൽക്കുന്നു, ചുണ്ണാമ്പ് നിൽക്കുന്നു, ചെപ്പിൽ നിറയെ ഉണ്ട് തരാം. ഇനി തുടങ്ങിക്കോ, ഒന്ന് തുടങ്ങിക്കോ, നീ ഈ ചുണ്ണാമ്പ് അങ്ങോട്ട് തിന്നെ. ചുണ്ണാമ്പ് കൂടിപ്പോയാൽ വായിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് നിനക്ക് മനസ്സിലാവണ്ടേ? ചുണ്ണാമ്പ് തിന്നെ. അപ്പോൾ ഭൃത്യൻ ബീർബൽ പറഞ്ഞു, നീ അങ്ങനെ തിന്നാൻ പറയുകയാണെങ്കിൽ കൈകൊണ്ട് വിരലിട്ട് അടിയിൽ നിന്നുള്ള വെണ്ണ എടുത്തങ്ങോട്ട് തിന്നു. വെണ്ണ തിന്ന ഒരു ചുക്കും പറ്റില്ലല്ലോ, ഒരു വളരും കഴിക്കില്ല. അതേപോലെ തന്നെ ഭൃത്യൻ ചുണ്ണാമ്പിൻ്റെ ചെപ്പ് തുറന്നു, വിരലങ്ങോട്ട് കീഴ്പോട്ടേക്ക് ഇട്ടിട്ട് അടിയിൽ നിന്നുള്ള വെണ്ണ എടുത്തങ്ങോട്ട് തിന്നു. അങ്ങനെ തിന്നു അടിയിൽ നിന്ന് ഇങ്ങനെ വെണ്ണ തോണ്ടി തിന്ന് ആ കുപ്പിയുടെ പകുതി ഭാഗമായെങ്കില, പകുതി ഭാഗമായിട്ടും ഒരു പൊള്ളലും ഈ ഭൃത്യനായിട്ടിട്ടില്ല. അത് കണ്ടപ്പോൾ പാദുഷായ്ക്ക് തോന്നി, ഇതെന്തൊരു കഥ, എനിക്കൊരല്പം കൂടി പോയപ്പോഴും വായി പൊളിയിട്ടൊരു ശരണമല്ല. ഇവിടെ ഒരു പകുതി പാത്രം ഈ കുപ്പി ചുണ്ണാമ്പ് മുഴുവൻ തിന്നിട്ട് അവർ ഒരു കൂസലും ഒരു പൊള്ളലും ആയിട്ട് ഇതിലെന്താ സൂത്രമുണ്ട്, എന്താണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ തന്നെ ഭൃത്യനെ അവനെ തുണിയെ പിടിച്ച് കെട്ടി. എന്നിട്ട് ചാട്ടവാറ കൊണ്ട് അടി കിട്ടും, നിനക്ക് എന്താ ഉണ്ടായ സത്യം പറയണമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഭൃത്യൻ അങ്ങോട്ട് കരച്ചിൽ വന്നിട്ട്, ദൈവമേ എങ്ങനെ ഞാൻ ബീർബലിനെ ഒറ്റി കൊടുക്കുക, പക്ഷെ ഇപ്പോൾ സത്യം പറഞ്ഞില്ലെങ്കിൽ പാദുഷ കഴുത്തു കിട്ടും, അപ്പം എന്ത് ചെയ്യും? ഉടനെ ആ ഭൃത്യൻ പറഞ്ഞു, ക്ഷമിക്കണം പാദുഷ, തിരുമനസ്സേ ക്ഷമിക്കണം, ഞാൻ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകുമ്പോഴേക്ക് ഇതിലെ ബീർബൽ വരണ കണ്ടു. ബീർബലിനോട് ഞാൻ ഈ സങ്കടം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, കടയിൽ നിന്ന് വാങ്ങിക്കണം ചുണ്ണാമ്പിൻ്റെ അടിഭാഗത്ത്, പാത്രത്തിൻ്റെ അടിഭാഗത്ത് വെണ്ണ മേടിക്കണം, മീതെ മാത്രം ചുണ്ണാമ്പ് മേടിക്കുക. ഇവിടെ വന്ന് അങ്ങയുടെ മുമ്പിൽ അങ്ങ് തിന്നാൻ പറയുകയാണെങ്കിൽ കൈയിട്ടിട്ട് അടിയിൽ നിന്ന് വെണ്ണ എടുത്ത് തിന്നോളാനാണ് എന്നോട് പറഞ്ഞ്. ഞാൻ അപ്പം ചെയ്തത് അതാ, അതുകൊണ്ടാട്ടോ എൻ്റെ വായി പൊള്ളാത്തത്, ഞാൻ തിന്നതൊക്കെ വെണ്ണയാണ്. ഇത് കേട്ടപ്പോൾ ബാദുഷായും കേട്ടിരിക്കുന്ന ദർബാറിലെ ആൾക്കാരും ഒക്കെ അങ്ങോട്ട് പൊട്ടി ചിരിച്ചു. അമ്പടാ ബീർബലേ, നീ പാദുഷായെ മാത്രമല്ല അല്ലേ രക്ഷിക്കണേ, പാവപ്പെട്ടവരെ രക്ഷിക്കണ്ടല്ലേ എന്ന് തോന്നി. പാദുഷായ്ക്കുള്ള സന്തോഷം തോന്നിയ, പക്ഷേ ബീർബലിനെ അവിടെ നോക്കിയിട്ടൊന്നും കാണാനില്ല. ബീർബലിനെ കണ്ടാൽ തന്നെത്താനെ പറയുക, എന്ത് നല്ല മനുഷ്യൻ ബീർബല്, പാവപ്പെട്ടവരെ കൂടി രക്ഷപ്പെടുത്താനുള്ള അയാളുടെ ബുദ്ധി, വളരെ നല്ല വ്യക്തിത്വം തന്നെ. ഞാനിപ്പോൾ ബീർബലിനെ കണ്ടെങ്കിൽ എന്തെങ്കിലും എൻ്റെ ഈ മുത്തുമാനെ എന്നോട് സമ്മാനം കൊടുത്തേനെ എന്ന് പറഞ്ഞപ്പോൾ അടിയൻ ഇവിടെ ഉണ്ട് എന്നും പറഞ്ഞ് ബീർബലിന് വന്നു രാജസദസ്സിലേക്ക്. അപ്പം ആൾക്കാർ ഒന്നുകൂടെ ചിരിച്ചു, പൊട്ടി ചിരിച്ചു. അക്ബർ പാദഷ പറഞ്ഞതുപോലെ തൻ്റെ കഴുത്തിൽ കിടന്നൊരു മുത്തുമാല എടുത്ത് ബീർബലിന് സമ്മാനമായിട്ട് കൊടുത്തു. അപ്പം എല്ലാവർക്കും ഭൃത്യനും ചിരി വന്നു, ദർബാറിൽ കൂടിയിരിക്കണവർക്കൊക്കെ ചിരി വന്നു. ബീർബലിൻ്റെ ഒരു ചെറിയ ബുദ്ധിയുടെ ഒരു ചെറിയ പ്രയോഗം കൊണ്ട് ആ ഭൃത്യൻ രക്ഷപ്പെട്ടു. ഇയാളല്ലേ പാച്ചയ്ക്ക് ചുണ്ണാമ്പ് തിന്ന് പാദുഷയുടെ മുമ്പേ കിടന്ന് പടഞ്ഞു വരിച്ചാണ്.
അത് ഒഴിവായി കിട്ടി. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ? നിങ്ങൾ ഈ കഥ നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇത് വേർബൽ കഥകളാണ്. വേർബൽ ബുദ്ധിശാലിയാണ്, ധീരനാണ്, അക്ബർ പാദുഷായുടെ സന്തത സഹചാരിയാണ്. ഇതൊക്കെ സത്യമാണ് കുട്ടികളെ, സത്യമാണ്. ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ബീർബലും അക്ബർ പാദുഷായും ഒക്കെ. അപ്പോൾ ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. നിങ്ങൾ മറ്റുള്ളവരെ ഈ കഥകൾ കേൾപ്പിക്കണം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട മാലതി ചേച്ചി.